നമസ്കാരം. റഷ്യ ഇനി ട്രംപിന്റെ വാക്കുകേട്ട് ഇന്ത്യയെ കൈവിട്ടാലും ഇന്ത്യക്ക് ഇനി സ്വമനസാലെ റഷ്യയെ കൈവിടേണ്ടി വന്നാലും ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ വൻ കുതിച്ചുചാട്ടം നടത്താൻ പോവുകയാണ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ. നീണ്ട ദിവസങ്ങളുടെ ട്രംപ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന തീരുവയുടെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഭീഷണികൾക്കും ഒടുവിലാണ് മോദിക്ക് കൈകൊടുക്കാൻ ഒരുങ്ങി സൗദി അറേബ്യൻ സർക്കാർ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപിന് റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ വ്യാപാര വാണിജ്യ ബന്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയിൽ പിടികൂടിയ അസൂയയും ഭയവും കൂടി കാരണമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. റഷ്യയുമായി പിണക്കി പിരിച്ചാൽ അതോടെ ഇന്ത്യയുടെ വളർച്ച ഇല്ലാതാകുമെന്ന് കണക്കുകൂട്ടിയ ട്രംപിന് ഇതൊരു വലിയ പ്രഹരം കൂടിയായി മാറിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. സൗദി അറേബ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയാണ് അരാംകോ. ഇന്ത്യക്ക് വലിയ കൈത്താങ്ങാകാൻ അരാംകോ ഒരുങ്ങുകയാണ്. ലോകത്ത് എണ്ണ കയറ്റുമതി ചെയ്യുന്ന പ്രധാന കമ്പനി കൂടിയാണിത്. ഇവർക്ക് ഇന്ത്യയിൽ നിക്ഷേപം ഇറക്കാൻ വലിയ പദ്ധതിയുണ്ട്. ഇന്ത്യയിൽ 10,000 കോടി ഡോളർ നിക്ഷേപിക്കുമെന്ന് നേരത്തെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ആന്ധ്രാപ്രദേശിൽ പുതിയ നിക്ഷേപത്തിന് സൗദി അറേബ്യ ചർച്ച ചെയ്യുന്നത്. കരാർ സാധ്യമായാൽ ഇന്ത്യക്ക് ദീർഘകാലത്തേക്ക് ക്രൂഡ് ഓയിൽ സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല, ഇന്ത്യ പോലുള്ള വലിയ വിപണിയിൽ സൗദി അരാംകോയ്ക്ക് സജീവ സാന്നിധ്യം കിട്ടുകയും ചെയ്യും. ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികളിൽ ഒന്നാണ് BPCL. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ റിഫൈനറി കം പെട്രോ കെമിക്കൽ കോംപ്ലക്സ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് BPCL. ഈ പദ്ധതിയിലാണ് സൗദി അരാംകോ ഓഹരി പങ്കാളിത്തത്തിന് ശ്രമിക്കുന്നത്. 20% ഓഹരി സ്വന്തമാക്കാനാണ് അരാംകോയുടെ ശ്രമം. സൗദി അറേബ്യയും ഇന്ത്യയും ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. ഈ വർഷം അവസാനത്തോടെ കരാർ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെല്ലൂരിൽ നിർമ്മാണത്തിലുള്ള രാമായപട്ടണം തുറമുഖത്തിനടുത്താണ് BPCL പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലം. ആന്ധ്രാപ്രദേശ് സർക്കാർ 6000 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി കൈമാറിയിരിക്കുന്നത്. ഓരോ വർഷവും 90 ലക്ഷം മെട്രിക് ടൺ എണ്ണ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന വലിയ പദ്ധതിയാണ് നെല്ലൂർ ജില്ലയിൽ വരുന്നത്. 1 ലക്ഷം കോടി രൂപയാണ് മൂലധന ചെലവ്. പദ്ധതി 4 വർഷത്തിനകം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. ആദ്യ നടപടികൾക്കായി 6100 കോടി രൂപ BPCL അനുവദിച്ചിട്ടുണ്ട്. ഭൂമി കണ്ടെത്തൽ, ഭൂമി ഏറ്റെടുക്കൽ, സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കൽ, പരിസ്ഥിതി പഠനം, രൂപരേഖ തയ്യാറാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് 6100 കോടി അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ 3 സ്ഥലങ്ങളാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ നിർദ്ദേശിച്ചത്. മച്ചിലിപട്ടണം, രാമായപട്ടണം, മുലപ്പേട്ട എന്നിവയായിരുന്നു നിർദ്ദേശിച്ച പ്രദേശങ്ങൾ. തുറമുഖം ഉൾപ്പെടെ സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് BPCL രാമായപട്ടണത്തെ സ്ഥലം തിരഞ്ഞെടുത്തത്. സൗദി അറേബ്യയ്ക്ക് വലിയ പ്രതീക്ഷയുള്ള വിപണിയാണ് ഇന്ത്യ. രാജ്യത്തേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ 3-ാം സ്ഥാനത്ത് സൗദിയാണ്. ഇന്ത്യയിൽ 10,000 കോടി ഡോളർ നിക്ഷേപിക്കുമെന്ന് 2023 ഇന്ത്യയിലെത്തിയ വേളയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗം കൂടിയാണ് BPCLന്റെ പുതിയ പദ്ധതിയിലെ ഓഹരി വാങ്ങുന്നത്. ഇതിനു പുറമെ ഇന്ത്യയിലെ മറ്റു പല ഊർജ്ജ പദ്ധതികളിലും സൗദി അറേബ്യ വലിയ നിക്ഷേപം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇന്ത്യയുടെ രാജയോഗമാണെന്ന് വേണം പറയാൻ. ഇന്ത്യ സ്വയം പര്യാപ്തമാവുകയാണ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലെങ്കിൽ കണ്ണു തള്ളി കണ്ടിരിക്കേണ്ടി വരും ട്രംപിന്. ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ വിൽക്കുമെന്ന്, ഇന്ത്യ വാങ്ങുമെന്നുമുള്ള ഭീഷണിക്കുള്ള നല്ല ഉശിരൻ മറുപടി കൂടിയാണ് ഇത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച